ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 62 ശ്ലോകം 1, 2, 3. കദാചിത് ഗോപാലാൻ വിഹിതമഖസംഭാര വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഖവമദമുധ്വംസിതുമനാഃ വിജാനന്നപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാൻ അപൃച്ഛഃ കോ വായം ജനകഭവതാമുദ്യമ ഇതി. ബഭാഷേ നന്ദസ്ത്വാം സുതനനുവിധേയോ മഖവതോ മഖോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാ ഹി പശവഃ. ഇതി ശ്രുത്വാ വാചം പിതുരയി ഭവാനാഹ സരസം ധികേ തന്നോ സത്യം മഖവജനിതാ വൃഷ്ടിരിതി യത്. അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാഃ കിമിവ ബലിമിന്ദ്രായ ദദതേ. കദാചിത് ഗോപാലാൻ വിഹിതമഖസംഭാര വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഖവമദം ഉദ്ധ്വംസിതു മനാഃ വിജാനൻ അപി ഏതാൻ വിനയമൃദുനന്ദ ആദി പശുപാൻ അപൃച്ഛഃ കഃ വാ അയം ജനകഭവതാം ഉദ്യമ ഇതി. ബഭാഷേ നന്ദഃ ത്വാം സുത നനു വിധേയഃ മഖവതഃ മഖഃ വർഷേ വർഷേ സുഖയതി സ വർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലം ഉപജീവ്യം മഹിതലേ വിശേഷാദ് അസ്മാകം തൃണസലില ജീവാ ഹി പശവഃ. ഇതി ശ്രുത്വാ വാചം പിതുഃ അയി ഭവാൻ ആഹ സരസം ദിക് ഏതത് നോ സത്യം മഖവജനിതാ വൃഷ്ടിഃ ഇതി യത്. അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാ അരണ്യേ വൃക്ഷാഃ കിം ഇവ ബലിം ഇന്ദ്രായ ദദതേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനോടൊരു രീതി அப்படின்னு கேட்டா, ആർക്കെല്ലാം അഹങ്കാരം ഇരിക്കോ அந்த അഹങ്കാരം ഇരിക്കപ്പെട്ടവാളോട് അഹങ്കാരത്തെ എല്ലാം ഇല്ലാതാക്കുക, ആർക്കെല്ലാം ഭക്തി ഇരിക്കോ അവൾക്കെല്ലാം അനുഗ്രഹം വേണ്ടുവർ. അതൊരു രീതിയാക്ക നമ്മൾ കാണപ്പെട്ടത്. ബ്രഹ്മാവോട് അഹങ്കാരത്തെ മാറ്റിനാർ അഗ്നിയോട്, അതുക്കപ്പുറം കാളിയൻ, ഇതെല്ലാം കഴിഞ്ഞ് അടുത്തത് തയ്യ ഇന്ദ്രനോട് അഹങ്കാരത്തെ എപ്പടി ഇല്ലാതൊക്കെ ആക്കിനാരുങ്കറതാക്കും ഗോവർദ്ധന പൂജയിലേന്ത് തെരിയപ്പെട്ടത്. ഹേ ശൗരേ ത്വം കദാചിത് ഗോപാലാൻ വിഹിതമഖസംഭാര വിഭവാൻ നിരീക്ഷ. ഒരു നാളേക്ക് பார்த்தானா ഇതെല്ലാ ഗോപന്മാരുമാ ചേർന്ന് ഏതോ യാഗം നടത്തുறதுக்கு വേണമെങ്കപ്പെട്ട എല്ലാ സാമാനത്തെയും കൊണ്ടുവന്ന്. ഹേ ശൗരേ, ശൂരസേന കുലത്തില് ജനിച്ച കൃഷ്ണ, ഹായ് ഭഗവാനെ അപ്പടിന്നൊക്കെ മുതല കൂപ്പിടുற. മഖവമദം ഉദ്ധ്വംസിതു മനാഃ വിജാനൻ അപി
இப்போ இந்திரனோடு கர்வம் மாற்றணும் அப்படிங்கிறது கிருஷ்ணர் மனசில் தீர்மானம் பண்ணியாச்சு. அதுக்கு வேண்டி ഒന്നും தெரியாத மாதிரி அப்பா നന്ദഗോപരുടെ കേൾക്കറാർ, ഹേ ജനക ഭവതാം അയം ഉദ്യമഃ കഃ ഇതി വിനയമൃദു നന്ദാദി പശുപാൻ അപൃച്ഛഃ. നന്ദൻ തുടങ്ങിയ ഗോപന്മാരുടെ ரொம்ப വിനയത്തോടെ കേൾക്കറാർ, ഹേ ജനക, அப்பா നന്ദഗോപർ, എന്നത്തുക്കങ്ങ് നിങ്ങളെല്ലാം ഇപ്പടി സാമാനങ്ങളെല്ലാം ഒരു കൂട്ടുകൾ, ഇങ്ങ എന്നെ വിശേഷം നടക്ക പോறது அப்படின்னு கேட்குறார். നന്ദഹ ത്വാം ബഭാഷെ. അപ്പം നന്ദർ തിരുപ്പി കുഴന്തയില്ല കൃഷ്ണர்கிட்ட அதுக்கான மறுபடி சொல்றார், ஹே சுதா, கொந்தே மகனே, வருஷே வருஷே മഖവതഃ മഖഃ വിധേയഃ നനു. നമ്മൾ എല്ലാ വർഷവും എവരി ഇയർ, വർഷേ വർഷേന്ന് എവരി ഇയർ നമ്മളിങ്ങ ഇന്ദ്രയാഗം பண்ணுவோம். இதுக்காக வேண்டினா சஹா வர்ஷேண பிருத்திவீம் சுഖയതി. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതിനാലേക്കും ഭൂമിയിൽ നിറയെ സസ്യലതാദികളെല്ലാം ഉണ്ടാകപ്പെട്ടത്. മഴയില്ലാട്ട വരണ്ടു പോയിടുമേല. മഹീതലേ നൃണാം നിഖിലം ഉപജീവം വർഷായത്തം. ഭൂലോകത്തിലെ മനുഷ്യാൾക്ക് എല്ലാവർക്കും ജീവിക്കണമെന്നാൽ அதுக்கு என்ன வேணும்? மழை வேணும், ஜலம் வேணும். ஜலமில்லாய்க்கிருக்க முடியாது. ഇപ്പം എന്താ, ജലം കടയ്ക്കപ്പെട്ടത് മഴയെ കൂടിയാക്കും. മഴയെ ആശ്രയിച്ചെന്താ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളോടും എന്താ പ്രകൃതിയിൽ നിൽക്കപ്പെട്ടത്. അസ്മാകം, അതിനാല് വിശേഷാത് ഹി പശവഃ തൃണസലില ജീവിയാഹ. ഇനി നമുക്കങ്ങനെ இந்த പ്രത്യേകിച്ചും നമുക്ക് ജലമില്ലാട്ടാൽ പുല്ലുകളൊന്നും ഉണ്ടാകാതെ, പുല്ലുകൾ ഇരുന്നാത്താൽ നമ്മുടെ പശുക്കൾക്കെല്ലാം ആഹാരം കിടക്കും. പശുക്കൾ ആഹാരം കഴിച്ച് പാല് തന്നാത്താൽ അതിലേന്ത് പാല്, തൈര്, വെണ്ണയെല്ലാം ഉണ്ടാക്കി നമ്മൾ ഓരോയിടത്തിലേയും കൊണ്ടുപോയി അത് കച്ചവടം பண்ணி നമ്മൾ ജീവിക്കപ്പെട്ടത് അതിലെയാക്കും. അപ്പം അതിനാൽ ഒന്നും തിരിയാത്തൊരു കുഴന്ത കേൾക്കറാ മാതിരി കൃഷ്ണർ കേൾക്കറാർ, ഒന്നും തിരിയാത്ത കുഴന്തയ്ക്ക് ചൊല്ലിക്കൊടുക്കറാ മാതിരി നന്ദരും ചൊല്ലിക്കൊടുക്കറാർ. അയി ഇതി പിതുഹു വാചം ശ്രുത്വാ. இந்த மாதிரி அப்பாவோடு அந்த மறுபடியை கேட்டுட்டு, ஹே பகவான், ஐ திக்க பவான் சரசம் அஹ. அதுக்கு ரொம்ப அழகாக கிருஷ்ணர் ஒரு ரிப்ளை கொடுக்குறார். திக் மகவஜனிதா விருஷ்டிஹி இது எது ஏதது ந சத்தியம். இந்த മഴ പെയ്യിക്കപ്പെട്ടത് ഇന്ദ്രനാക്കും அப்படின்னு നിങ്ങൾ ചൊന്നേളെ, അത് ശരിയില്ലേ, കഷ്ടം. ജീവാനാം അദൃഷ്ടം സമുചിതാം വൃഷ്ടിം സൃജതി ഖലു. ജീവികൾ ചെയ്ത പുണ്യത്തിനാലേ ആക്കും. എന്താ പുണ്യം? വേണ്ട പോലുള്ള പുണ്യം വരത്തെ ആക്കും. വേണ്ട രീതിയിൽ മഴ പെയ്യപ്പെട്ട് ചില സമയത്ത് നമുക്ക് അതിവൃഷ്ടി അനാവൃഷ്ടി രണ്ടും ഉണ്ടാകും. അത് രണ്ടും അങ്ങുള്ള ജീവികൾ ചെയ്യപ്പെട്ട ശരിയാന പുണ്യമില്ലാത്തതിനാലേക്കും. അതിവൃഷ്ടി ജാസ്തി മഴയാനാൽ കൃഷിയെല്ലാം നശിക്കും. അനാവൃഷ്ടി മഴ പെയ്യലാനാൽ എല്ലാം ഉണങ്ങിപ്പോകും, ഇല്ല, കൃഷിയെല്ലാം ഉണങ്ങിപ്പോകും. അപ്പോൾ എന്താ കൃഷി എന്താ മഴ പെയ്യപ്പെട്ടത് ജീവികളോട് പുണ്യത്തിനാലെയാക്കും. മഹാരണ്യേ വൃക്ഷാഹ ഇന്ദ്രായ ബലിം കിമിവ ദദതേ. ഇനി വലിയ കാടുകളിലിരിക്കപ്പെട്ട മരങ്ങൾനാലെയാക്കും இந்த മഴയെല്ലാം പെയ്യപ്പെട്ടത്. இதுக்காக வேண்டிய எதுக்கா என்னத்துக்கு இந்திரனுக்கு இந்தப்படி ஒரு யாகம் ബലിയെല്ലാം കൊടുക്കാറ് அப்படின்னு വലിയൊരു യുക്തിവാദം മാതിരിയാക്കണമെങ്കിൽ കൃഷ്ണർ ഇത് പ്രസന്റ് ചെയ്യാറ്. ഹരേ കൃഷ്ണ.